ആന കൊടുത്താലും ആശ കൊടുക്കേണ്ടിയിരുന്നില്ല കോൺഗ്രസെ. ഇത്തവണ മുസ്ലിം ലീഗ് നല്ല പ്രതീക്ഷയായിരുന്നു മൂന്നാമത്തെ ആ സീറ്റ് കിട്ടുമെന്നതിൽ. എന്നാൽ എല്ലാം ഇപ്പോൾ കോൺഗ്രസ് തകിടം മറിച്ചു കളഞ്ഞു. അടുത്ത എന്ത് മോഹന വാഗ്ദാനം കൊടുത്തിട്ടാണോ ഇവരെ മയക്കിയതെന്നൊന്നും അറിയില്ല. മൂന്നാമത്തെ സീറ്റ് ചോദിച്ചു, പക്ഷെ രണ്ടിൽ തന്നെ അവരെ ഒതുക്കി കളഞ്ഞു. ഇന്നായിരുന്നു ലീഗും കോൺഗ്രസുമായിട്ടുള്ള ചർച്ച. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ഇനി സീറ്റിൽ ഉന്നം വെക്കേണ്ട, അതിന് തരില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വയ്ക്കുന്നത്. കാരണം കോൺഗ്രസിന് അറിയാം, ലീഗിനെ സീറ്റ് നൽകിയാൽ പിന്നെ കോൺഗ്രസിന് അവിടെ യാതൊരു വിലയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ 2 സീറ്റിൽ തന്നെ മത്സരിക്കാൻ ധാരണയായ ലീഗ് നേതൃത്വം മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സിറ്റിംഗ് എംപിമാരെ പരസ്പരം മണ്ഡലം മാറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഏക മണ്ഡലത്തിലേക്കുള്ള പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു. നിലവിലെ മലപ്പുറം എം പി അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലും മലപ്പുറത്ത് പൊന്നാനിയിലെ സിറ്റിംഗ് എം പി ET മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് നവാസ് ഗനിയും ലോക്സഭയിലേക്ക് മത്സരിക്കും. നിലവിലെ രാമനാഥപുരം എം പിയാണ് നവാസ് ഗനി. മുന്നണിയുടെ വിജയത്തിനായി ഒറ്റക്കെട്ടായ രംഗത്ത് ഇറങ്ങുമെന്നും കേരളത്തിലെ 20 UDF സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പുവരുത്തുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പാർട്ടി അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ദേശീയ തലത്തിൽ ഫാസിസത്തിന്റെ, സൗഹൃദത്തിന്റെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഏറെ നാൾ നീണ്ടുനിന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് മുസ്ലിം ലീഗ് 2 സീറ്റിൽ തന്നെ മത്സരിക്കാൻ ധാരണയായത്. UDFിലെ സീറ്റ് വിഭജനം പൂർത്തിയായതായും കോൺഗ്രസിന് 16 സീറ്റിൽ മത്സരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിക്കുകയായിരുന്നു. മൂന്നാം സീറ്റ് വിട്ടു നൽകുന്നതിലെ ബുദ്ധിമുട്ട് ലീഗിനെ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്നും ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കഥ. ആ വമ്പൻ ഓഫർ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചതി ലീഗിനോട് അവർ ചെയ്തിരിക്കുന്നത്. അതിനടുത്ത് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിനായിരിക്കും. അതാണ് ഫോർമുല. രാജ്യസഭാ സീറ്റ് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ കോൺഗ്രസും ലീഗും പങ്കിടും. ഈ ഫോർമുല ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തുമെന്നും നാളെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. UDFിൽ 20 സീറ്റിൽ 16 എണ്ണത്തിൽ കോൺഗ്രസും 2 സീറ്റിൽ ലീഗും മത്സരിക്കും. കോട്ടയത്ത് കേരള കോൺഗ്രസും കൊല്ലത്ത് RSP സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടെ വന്ന സാഹചര്യത്തിൽ ഇനി കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് UDF അണികൾ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.